ഒറ്റ ദിവസം കൊണ്ട് കൊച്ചിയിൽ എന്തൊക്കെ ഫുഡ് കഴിക്കാം, ഏതൊക്കെ ടൂറിസ്റ്റ് സ്പോട്ടിൽ പോകാൻ പറ്റും എന്ന് നോക്കണതിന്റെ പാർട്ട് 2 വീഡിയോ ആണ്. ഇറച്ചിച്ചോറ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് റവാ ലസ്സി ജോയിന്റിലാണ്. ഇവിടുത്തെ സ്പെഷ്യൽ ലസ്സി 40 രൂപ വന്നാൽ ഇതൊരു കിട്ടില ഐറ്റമാണ്. നല്ല റീഫ്രഷിങ്ങും നല്ല തണുപ്പിച്ച് വരും. അതിന് നേരെ ജെയിൻ ടെമ്പിൾ കാണാൻ പോയി. കൊച്ചിയിലുള്ള ജെയിൻ ടെമ്പിൾ അകത്തേറി കാണാം, പക്ഷെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അടുത്ത ഫുഡ് സ്പോട്ടിൽ പോയി. റിന്യൂ സ്കൂൾ ബാർ. കൊച്ചിയിൽ 365 ദിവസം അവകാഡോ ഷേക്ക് ഇടുന്ന ഒരു കട. 7 അവകാഡോ ഷേക്കിന് വന്നാൽ അത് കഴിഞ്ഞ് ഫോർട്ട് കൊച്ചി സ്ട്രീറ്റിലൂടെ ഇങ്ങനെ സൈക്കിൾ ഔട്ടണം. വേറൊരു വൈബ് തന്നെയാണ് ഫോർട്ട് കൊച്ചി കൂടി സൈക്കിൾ ഔട്ട്. അതിന് നേരെ പോയത് ഫോർട്ട് കൊച്ചി ബീച്ചിലാണ്. ഫോർട്ട് കൊച്ചി ബീച്ചൊക്കെ കണ്ടിട്ട് നേരെ ജങ്കാറി കയറി വൈപ്പിലേക്ക് കൊണ്ടാണ്. 5 രൂപ ഉള്ളൂ. സൈക്കിളും കയറ്റാം, ആൾക്കും പോവാം. വൈപ്പിന് പോയി വൈപ്പിൻ പള്ളിയെ കണ്ടിട്ട് സൈക്കിൾ ഔട്ട് ചെയ്യാൻ അങ്ങനെ നേരെ എറണാകുളത്തേക്ക് പോകണം. എറണാകുളത്ത് പോയത് മംഗളവൻ ബേർഡ് സാങ്ച്വറി കാണാനാണ്. അവിടെ ചെന്ന് അത് കണ്ടിട്ട് നേരെ ഹൈക്കോടതിന്റെ ഇപ്പുറത്തുള്ള ഷാജിക്കാൻ ഇടയിൽ വന്നു. ഞങ്ങളുടെ സ്ഥിരം സ്പോട്ടാണ്. എന്നാലും അവിടെ വന്നിട്ട് ഒരു ഓറഞ്ച് കുലുക്കി 30 രൂപയാണ് ഈ ഓറഞ്ച് കുലുക്കിയൊക്കെ വന്നാൽ. ഇതൊരു കിട്ടില്ല ഐറ്റമാണ്. നിങ്ങൾക്ക് ഇവിടെ വന്നാൽ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ഈ ഓറഞ്ച് കുലിക്കാണ്. അതിന് ഞാൻ നേരെ സ്റ്റേഡിയത്തിൽ പോയി. സ്റ്റേഡിയം ലിങ്ക് റോട്ടിൽ വൈറലായിക്കണ ക്രീം കൺ കഴിക്കാൻ പോയതാണ്. MS കേക്ക്സ് ആൻഡ് ബേക്കറി. അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. 1 മണിക്കൂർ അവിടെ നിൽക്കേണ്ടി വന്നു. സൈക്കിൾ ചവിട്ടി വന്ന് അവിടെ ക്യൂ ഒക്കെ നിന്ന് മേടിച്ചപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇതിന് നല്ല ചോക്കോ ബ്രൗൺ ആണ് കേട്ടോ. ചോക്കോ ബ്രൗൺ കിട്ടില്ലെന്നാണ്. അതിന് നേരെ സ്റ്റേഡിയത്തിൽ ഒരു കടയിൽ നിന്ന് ചില്ലി ചിക്കൻ സമൂസ വൈബ് തന്നെ. പിന്നെ ഒരു ചായയും കുടിച്ച് ടോട്ടൽ ഇപ്പം എത്ര രൂപ ആയിരുന്നു ഇങ്ങനെ നോക്കണേ. എന്നിട്ട് രാത്രി ഞങ്ങൾ നേരെ പ്ലേറ്റഡിൽ പോയി. സ്റ്റേഡിയത്തിൽ തന്നെ കുറേ കടയുണ്ട്. അതിലൊരു കടയാണ് പ്ലേറ്റുകൾ ഇൻഫ്യൂസ്ഡ് ചിക്കൻ. ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. സാധനം കൊണ്ടുവന്ന് വെച്ചതും തീർന്നതും അറിഞ്ഞു പോലുമില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായി.